അന്ന് മലയാളികൾക്ക് ഇത്രയും ഹിപ്പ് ഹോപ്പ് സോങ്ങുകളൊന്നും അത്രയും പരിചയമുള്ളൊരു കാലഘട്ടം ആയിരുന്നില്ല. അതെ, പാടി തൊണ്ടയിൽ കൂടെ ബ്ലഡ് വന്ന സിംഗേഴ്സൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ കുഞ്ഞ് നിന്ന് കാല് കഴിച്ച് അടുത്ത ദിവസം തിരിച്ചെനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ അവിടെ തന്നെ റൂം എടുത്ത് കിടന്നു. ആ അവസ്ഥ. ഞാൻ 60 പാട്ട് വരെ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും ഒരു 70 ചെയ്യേണ്ടി വരും. മൈക്ക് പിടിച്ച് വാങ്ങിക്കുന്നത് യഥാർത്ഥത്തിൽ ആദ്യത്തെ സംഭവമായിട്ട് തോന്നുന്നു സ്റ്റേജ് ഷോസിൽ. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ജാസി ഇഷ്ടമാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെ തോന്നുന്നു ഇപ്പോൾ 22 വർഷമായി, ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത് ഈ സമയം തന്നെയാണ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഒത്തിരി ചേഞ്ചസ് വന്നു, ഒത്തിരി ഒരു റെവല്യൂഷണറി പ്രോസസ്സ് എന്നുള്ള രീതിയിൽ മീഡിയ എല്ലാം മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ഹോപ്പും ഹാപ്പനിങ്ങും നമുക്ക് എപ്പോഴും ഉണ്ട്. അത് കാരണം ആക്ച്വലി പണ്ട് ഒരു ഞങ്ങൾ ഇത് കരിയറൊക്കെ തുടങ്ങിയ സമയത്തുള്ള ഒരു എന്താണ് കൺസിസ്റ്റൻസി ഇല്ലായ്മ ഇപ്പോൾ ഇല്ല. ഇപ്പോഴും ആക്ച്വലി ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രണ്ടിലേക്ക് പോകാം എന്നുള്ളൊരു സംഭവത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പം സഫലത്തിലൂടെയാണ് സഫലം സ്റ്റാർട്ട് ചെയ്യുന്നത്, ജയരാജ് സാറ് കൊണ്ടിരുന്നു. അതെ. അപ്പോൾ അത് തൂവെള്ള തൂമുഷസിൽ അതെ, അത് എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റുകളിലുള്ള ഒരു പാട്ടാണ്. താങ്ക് യു. ശരിക്കും അന്ന് സിനിമയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു മെലഡിയസ് സോങ് ആണ്, അപ്പോൾ കുറച്ചുകൂടെ ജാസ് പോപ്പ് സോങ്ങുകൾ ആണ്. അപ്പോൾ അത് എത്രത്തോളം ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ടെൻഷൻ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, മെലഡി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ബ്ലോക്കൊന്നും ആക്ച്വലി ഇല്ല. കാര്യം ഞാൻ ആക്ച്വലി ഞാനൊരു റേഡിയോ ലിസണറാണ് പണ്ട് മുതലേ. 10-20-25 വർഷത്തോളം 30 വർഷത്തോളം റേഡിയോയുടെ റെഗുലർ ലിസണർ ആണ്. അപ്പം അത് കാരണം നമുക്ക് ഒരു മിഡ് 70s 80s 90s എല്ലാ പാട്ടുകളും നമുക്ക് ബൈ ഹാർട്ടാണ്. അപ്പം മെലഡിയോടുള്ള ഒരു ഇഷ്ടം ആക്ച്വലി എനിക്കിത് കേട്ട് തന്നെയാണ് തുടങ്ങിയത്. അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ സമയത്ത് അറിയാമല്ലോ, ജോൺസൺ മാഷും രവീന്ദ്രൻ മാഷും അർജുന മാഷിൻ്റെയൊക്കെ ഒരു പീക്ക് ടൈമായിരുന്നു. അപ്പം ആ പാട്ടുകളിലൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും നമ്മുടെ സോങ്ങുകളിൽ കാണും. റെഗുലറായിട്ട് റേഡിയോ കേട്ടത് കൊണ്ട് എല്ലാ കാറ്റഗറിയും പാട്ടുകൾ നമുക്ക് കേൾക്കേണ്ടി വന്നു. അങ്ങനെ ബാൻഡിൽ പ്ലേ ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് വെസ്റ്റേൺ കേൾക്കാം, അങ്ങനെ ഒരു മിക്സ് കൾച്ചർ വന്നു എന്നുള്ളത് മ്യൂസിക്കിൽ ഭയങ്കര യൂസാണ്. ഞാൻ ശരിക്കും ചേട്ടനെ എന്തെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ച ചോദ്യമുണ്ട്. ഇപ്പോൾ ലജ്ജാവതി എല്ലാവർക്കും ഭയങ്കര ഫേവററ്റാണ്, എൻ്റെയും പേഴ്സണൽ ഫേവററ്റാണ്. പക്ഷേ അത് ജയരാജ് സാറിൻ്റെ ട്രാക്ക് കേൾക്കുന്നു, ചേട്ടൻ തന്നെ പാടിയാൽ മതി എന്ന് പറയുന്നു. ഇപ്പം ലജ്ജാവതി ചേട്ടൻ പാടിയില്ലായിരുന്നെങ്കിൽ ചേട്ടൻ്റെ മനസ്സിലാരായിരുന്നു ആ പാട്ട്? ഞങ്ങൾ ആദ്യം അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയത് അഡ്നാൻ സ്വാമിയാണ്. അഡ്നാൻ സ്വാമി ആക്ച്വലി പുള്ളിക്ക് അന്ന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, അവൈലബിലിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രാക്കെല്ലാം അയച്ചു കൊടുത്ത്, ബോംബെയിലെ ട്രാക്കെല്ലാം അയച്ചു കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സമയം വെയിറ്റ് ചെയ്തു. ഒത്തിരി സമയം വെയിറ്റ് ചെയ്തിട്ടും പുള്ളിയെ കിട്ടുന്നില്ല. പുള്ളിക്ക് അറിയാലോ, പുള്ളി വേറെ ലെവലാണല്ലോ. അപ്പോൾ അത് നടന്നില്ല. പക്ഷേ ജയരാജ് സാറിൻ്റെ അടുത്ത പാട്ടിൽ അഡ്നാൻ സ്വാമി പാടി എന്നുള്ളത് വേറെ സംഭവം. ഈ പാട്ട് ആക്ച്വലി അഡ്നാൻ സ്വാമിയാണ്. അതെ, അഡ്നാൻ സ്വാമിയാണ് ഈ പാട്ട് അന്ന് പാടാനിരുന്നത്. പക്ഷേ എനിക്ക് തോന്നി ഇനി അഡ്നാൻ സ്വാമിയെ കൊണ്ട് ഇതിൻ്റെ വേറെ ഏതെങ്കിലും വേഷം പാടിക്കാം, കുഴപ്പമില്ല. അതാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് റീയൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എൻ്റെ 20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 22 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പാട്ടുകൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും എനിക്ക് ലൈവ് പെർഫോം ചെയ്യാൻ പറ്റുന്നതും. ഇന്ന് ലൈവായിട്ട് നിൽക്കുന്നുള്ളതാണ്. അതായത് പ്ലാറ്റ്ഫോമുകളുടെ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം അന്ന് മലയാളികൾക്ക് ഇത്രയും ഹിപ്പ് ഹോപ്പ് സോങ്ങുകളൊന്നും അത്രയും പരിചയമുള്ളൊരു കാലഘട്ടം ആയിരുന്നില്ല. പക്ഷെ അന്ന് ഇതൊരു ഇത്തരത്തിലൊരു പാട്ട് വരുമ്പോൾ അത് കൈതപ്പുറം തിരുമേനിയാണ് എഴുതിയെന്നും കൂടെ ആലോചിക്കുമ്പോൾ വരുമ്പോൾ അന്ന് ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ, ഇത് എങ്ങനെയായിരിക്കും ആളുകൾ സ്വീകരിക്കുക എന്നുള്ളത്? 2 കാര്യങ്ങളിൽ ഞങ്ങൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വെച്ചാൽ, ഒന്ന് ജയരാജ് സാറിൻ്റെ പടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഓഡിയോസും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ തൊട്ടുമുമ്പിൽ ദേശാണോ എന്ന് വെച്ചൊരു എന്താണ് അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ്. അതുപോലെ ജോണി വാക്കർ, ഞങ്ങളുടെ കോളേജ് ടൈമിലൊക്കെ ആ സമയത്ത് ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു ജോണി വാക്കറിലെ പാട്ടുകൾ. പിന്നെ ബാക്കിയുള്ള ഇതുപോലെ എല്ലാം ഒരു എല്ലാത്തിലും ഓഡിയോ ഹിറ്റാണ്. പിന്നെ എല്ലാത്തിലും വർക്ക് ചെയ്തിട്ട് മ്യൂസീഷ്യൻസും ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറുള്ള ആൾക്കാരാണ്. അപ്പം മ്യൂസിക്കിനെ പറ്റി ഒത്തിരി അറിയാം. എനിക്ക് തോന്നുന്നു ഭരതൻ സാറിൻ്റെ കൂടെയുള്ള ഒരു കൊളാബറേഷനിൽ അദ്ദേഹം മ്യൂസിക്കുമായിട്ട് ഭയങ്കര ഒരു ഇതാണ്. അപ്പം അത് കാരണം ഓഡിയോയ്ക്ക് ഒരു മാർക്കറ്റ് കിട്ടുമെന്നുള്ളൊരു ബേസിക് ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ എത്രമാത്രം സ്വീകരിക്കപ്പെടുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഇന്നത്തെ പോലെ വർക്ക് പ്രഷറില്ല.
നമ്മളെല്ലാവരും ഫ്രീ ആയിരുന്നു. കാര്യം വെച്ചാൽ ഞങ്ങൾ എല്ലാം കൊച്ചു പയ്യന്മാരായിരുന്നു, വയസ്സ് കൂടിയ കൊച്ചു പയ്യന്മാരെന്ന് ഒരല്പം മാറി നിൽക്കുന്നു. അങ്ങനെ നമുക്കത് എല്ലാവർക്കും മൈൻഡ് ഫ്രീ ആയിരുന്നു. അത് കാരണം പറയുന്നത് പോലെ അദ്ദേഹം പറയുന്ന പോലെ ഒത്തിരി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയാണ് ചെയ്തത്. ശരിക്കും ഫോർ ദ പീപ്പിളിനുള്ള സിനിമ ജാസി ഗിഫ്റ്റ് എന്നുള്ളൊരു മ്യൂസിക് ഡയറക്ടറെയും സിംഗറിനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ളൊരു റിസീവിങ് എങ്ങനെയായിരുന്നു? അത് മിക്സഡാണ് എന്ന് വെച്ചാൽ നല്ലത് പറഞ്ഞവരുമുണ്ട്, മോശം പറഞ്ഞവരുണ്ട്. പക്ഷെ അതിന് എങ്ങനെയായിരുന്നു ആ ഒരു ഇതിന് ചെയ്തത്? നല്ലതും മോശവും ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴും പറയുമ്പോഴത്തേക്കും നല്ലതും ഒരു സൈഡിൽ ഉണ്ട്, മോശമുണ്ട്. ഇനി അടുത്തൊക്കെ ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഒരു കമ്പാരിസൺ എല്ലാവരും ശ്രദ്ധിക്കും. ഒരു എന്താണ് കമ്പയർ ചെയ്യാൻ പറ്റാത്തുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാലും എനിക്ക് അത്രയും ഒരു റിസ്ക് എടുക്കത്തക്ക ഒരു ഇതിപ്പോഴും തോന്നുന്നില്ല. കാര്യം നേരത്തെ നമ്മൾ ഇപ്പോൾ ആക്ച്വലി ലൈവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സമയക്കുറവുണ്ട്. അപ്പോൾ അത് കാരണം പുതിയ ക്രിയേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ തികച്ചും ഒരു സർക്കിളിനകത്ത് ആയിപ്പോകാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. പിന്നെ ഒത്തിരി ഇപ്പോഴൊക്കെ എല്ലാവരും ഒത്തിരി കേട്ടതല്ലേ. അപ്പോൾ അത് കാരണം ആ സമയത്ത് പാട്ട് റിസീവ് ചെയ്ത ഒരു സംഭവം ഇപ്പോഴും കിട്ടാൻ ആക്ച്വലി ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ അപ്പാച്ചിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ പുള്ളിയെ എപ്പോഴെങ്കിലും സമീപിച്ചിട്ടുണ്ട് ഒരു പാട്ട് പാടാൻ? അപ്പാച്ചി ഇന്ത്യനുമായിട്ട് ഞങ്ങൾ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അറേഞ്ചറുമായിട്ട് ഇംഗ്ലണ്ടിലാണ് ഉള്ളത്. ഞങ്ങളൊരു കന്നഡ പടത്തിന് വേണ്ടി സംസാരിച്ചായിരുന്നു. എല്ലാം നമ്മുടെ ഒരു അന്നത്തെ ഒരു നല്ലൊരു റേറ്റിനെല്ലാം അദ്ദേഹം ചെയ്തിട്ട് അത് ട്രാവൽ ഇഷ്യൂ കാരണം ഞങ്ങൾ അത് മാറ്റി ബാബാ സേകളിനെ കൊണ്ട് പാടിപ്പിക്കാനുണ്ടായത്. ശരിക്കും എ.ആർ. റഹ്മാൻ ഒരിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക്. അതെ, നോ പ്രോബ്ലം. അതെ, ലവ് ബേർഡ്സിലുണ്ട്. അപ്പോൾ ഈ കോളേജ് ലൈഫിനെ പറ്റി ചോദിക്കുമ്പോൾ അവിടുത്തെ ബാൻഡ് ശരിക്കും ഇപ്പം ബാലഭാസ്കർ നമ്മളോടൊപ്പം ഇല്ല. അതെ, അന്നത്തെ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്? കോളേജ് തന്നെയാണ് ആക്ച്വലി ഒരു എന്താണ് മ്യൂസിക്കിലും എല്ലാം നമുക്കൊരു ബൂസ്റ്റപ്പ് കിട്ടിയത്, നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് തരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ ആ ഒരു 5-6 വർഷത്തെ ഒരു പഠനമാണ്. അപ്പം നമ്മൾ കുറച്ച് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആവാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സംഭവം നമുക്ക് ആ സമയത്താണ് കിട്ടിയത്. പിന്നെ ബാലുവിനെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ ഒത്തിരി സ്റ്റുഡിയോസും അങ്ങനെ കണ്ടിട്ട് നമുക്ക് മ്യൂസിക്കിൽ നമ്മൾ അത്രയും നാൾ കാണാത്ത വേറൊരു തലം ആക്ച്വലി അത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടി. അവിടെ നിന്നാണ് ശരിക്കും ജയരാജ് സാർ പിക്ക് ചെയ്യുന്നത്? ജയരാജ് സാറ് യഥാർത്ഥത്തിൽ ഞാൻ ആ സമയത്ത് ഒരു ആൽബം ചെയ്തിരുന്നു, ഒരു ടെലിവിഷൻ പ്രൊഡക്ഷന് വേണ്ടി ഒരു ആൽബം ചെയ്തത് കേട്ടിട്ട് അദ്ദേഹം സാമ്പിള് ചോദിച്ചു. സാമ്പിള് എന്നിട്ട് 2-3 ഡെമോ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ആ ഡെമോ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷനായിട്ട് നല്ല സിങ്ക് ആയിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ ആയത് ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളിലൂടെ അവരെ കൊണ്ട് പാടിപ്പിക്കാനും അവരെ നേരിട്ട് കൺസൾട്ടറിന്ന് കേൾക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടാകും. അപ്പോൾ അതിലേറ്റവും ഭാഗ്യം എനിക്ക് തോന്നുന്നു ദാസേട്ടനെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞത് ഭയങ്കര ഭാഗ്യം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അറിയാലോ, ഞാൻ നേരത്തെ റേഡിയോ എന്ന് പറയുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വോയിസ് അന്നും എന്നും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ അടങ്ങാത്ത ഒരു ആഗ്രഹമാണ് അദ്ദേഹം പാടുക എന്ന് വെച്ചാൽ. അതിപ്പോൾ കറക്റ്റ് ഒന്ന് പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടി ഡയറക്ടർ അശോക് ഏട്ടനാണ് പറയുന്നത്. അശോക് ഏട്ടൻ പറയുമ്പോൾ ദാസൻ്റെ പാട്ടെന്ന് പറയുമ്പോഴും പെട്ടെന്ന് നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആയി. ഇത് പാട്ട് എന്തായാലും നല്ലതായാലേ പറ്റും. പെട്ടെന്ന് പാട്ടുകളുടെ ഒരു സ്വഭാവം അറിയുള്ളൂ. നമ്മൾ ഇരുന്ന് കമ്പോസ് ചെയ്താൽ ചിലപ്പോൾ നല്ലതാകണമെന്നില്ല. ഇത് എങ്ങനെ ഇത് നല്ലതാക്കി എടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്നിട്ട് സ്നേഹതുമ്പി എന്നുള്ള സോങ്ങിൽ എത്തിച്ചേരുകയായിരുന്നു. റെക്കോർഡ് ചെയ്ത സമയം ദാസാറുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാൻ പറ്റി. പിന്നെ അത് പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അടുത്തൊരു ഫാക്ടറാണ്. അതുപോലെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൊന്നാണ് ഞാൻ ശങ്കർ മഹാദേവൻ സാറിന് വേണ്ടി പാടാൻ പറ്റി, ശങ്കരേശൻ ലോയുടെ മ്യൂസിക്കിൽ ബോംബെയിൽ. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹമാണെന്ന് വോയിസ് എടുക്കുന്നത്. നമ്മുടെ ബൂത്തിലും അദ്ദേഹം അവിടെ നിന്ന് വോയിസ് എടുക്കുന്നത് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മൊമെൻ്റാണത്. അതുപോലെ ആരിസ് ജയരാജിന് വേണ്ടി അണ്ടങ്കാക്കയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കാല് കഴിച്ച റെക്കോർഡ്. അണ്ടങ്കാക്ക ചരണമൊക്കെ ആയപ്പോഴത്തേക്ക് കാല് മൊത്തം മരവിച്ച് അദ്ദേഹം അത് ഇച്ചിരി ടൈം എടുത്ത് റെക്കോർഡ് ചെയ്യുന്ന ഒരാളാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു പവറും. പിന്നെ അതിൽ എൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട കെ.കെയും പാടിയിട്ടുണ്ട്. കെ.കെ പാടി, താങ്ക് യു കെ.കെ പാടി. അങ്ങനെ ഒരു നല്ലൊരു അനുഭവമാണ്. അദ്ദേഹത്തിന് വേണ്ടി പിന്നെയും കുറേ നാൾക്ക് ശേഷം വേറൊരു പാട്ടിന് ഫോക്ക് പാടാൻ പറ്റി. അന്നും ഇതുപോലെ തന്നെ കാല്. അതുകൊണ്ട് കീരവാണി സാറിനെ കൊണ്ടൊക്കെ അത് എന്താ പുള്ളിയുടെ ഒരു സ്റ്റൈലാണോ അത്രയും സമയം എടുക്കുന്നത്? പുള്ളിയുടെ സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ ആര് വന്നാലും പുള്ളിക്ക് ആ ഒരു സ്റ്റൈലുണ്ട്. അതിപ്പം വലിയ പാട്ടുകാരനാണെങ്കിലും ചെറിയ പാട്ടുകാരനാണെങ്കിലും
പാടി തൊണ്ടയിൽ കൂടെ ബ്ലഡ് വന്ന സിംഗേഴ്സൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞ് ഇപ്പൊ കാല് വേദനിച്ചല്ലേ ഉള്ളല്ലേ? ഇതെനിക്ക് കാല് വേദനയേ ഉള്ളൂ. അന്ന് എനിക്ക് തോന്നുന്നു നിന്ന് കാല് കഴിച്ച് അടുത്ത ദിവസം തിരിച്ചെനിക്ക് വരാൻ പറ്റില്ല. ഞാൻ അവിടെ തന്നെ റൂം എടുത്ത് കിടന്നു. ആ അവസ്ഥ. അല്ലാതെ അവരുടെ പലരുടെയും രീതി ഒന്നാണല്ലോ. ഇപ്പോൾ അണ്ടങ്കാക്ക എടുക്കുന്ന സമയത്ത് ശങ്കർ സാറുണ്ട്. ശങ്കർ സാർ ഉള്ളത് കാരണമാണ് കുറേയൊക്കെ സമയം ലാഭിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻസ് ഇൻക്ലൂഡ് ചെയ്തല്ലേ പറ്റും എന്തൊക്കെയായാലും. ഇപ്പോൾ ശങ്കർ സാർ ഉള്ളത് കുറേ എനിക്ക് സമയം ലാഭിക്കാൻ പറ്റി. എങ്കിലും പുള്ളി മാക്സിമം അത് അവരുടെ ഒരു പ്രോസസ്സാണ്. അത് അവരുടെ അവൻ്റെ സോങ്സ് കേൾക്കുമ്പോഴത്തേക്ക് അറിയാം. അവരുടെ ഒരു ഈസി ഗോ സോങ്സ് അല്ല. ഇപ്പം നമ്മൾ കീരവാണി സാറിൻ്റെയും വിദ്യാജിയുടെയൊക്കെ റെക്കോർഡിങ്ങിൽ നിരിക്കുന്ന പോലെ അല്ല. കീരവാണി സാറൊക്കെ ആണെങ്കിൽ കൂടിപ്പോയാലും ഒരു 1.5-2 മണിക്കൂറിനകത്ത്. അത് കാര്യം അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞു തരുന്നതും. അത് ഓരോരുത്തരുടെ ഓരോ രീതിയാണ്. ഞാൻ ആരെയും അങ്ങനെ ഒരു എ ആർ റഹ്മാൻ സ്കൂളിന്റെ ഒരു ഇത് ചിലപ്പോൾ ഉണ്ട്. കാലുവേദന പക്ഷെ അവർ കണക്കിലെടുക്കണം. ഈ എ ആർ റഹ്മാന് ടൈറ്റിൽ ഇങ്ങനെ ഒന്നും കൊടുത്തു കാലുവേദന എന്നൊക്കെ പറഞ്ഞു. കാലുവേദനയ്ക്ക് പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ ടിക്ടോക്കിൽ അതുപോലെ നില്ല് തെമ്മാടിക്കാറ്റ് ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പം 10-20 വർഷത്തിന് ശേഷമാണ് പുള്ളി ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ ആണെങ്കിലും ജാസി ചേട്ടൻ്റെ പാട്ടുകളാണ്. ഇപ്പം നില്ല് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തെമ്മാടിക്കാറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ വീണ്ടും വരുന്നുണ്ട്. അത് ഈ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആർട്ടിസ്റ്റുകളെ ഞാൻ മാത്രം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി പുതിയ സിംഗേഴ്സ് വരുന്നുണ്ട്, പെർഫോമേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ അവരുടെ ഈ പുതിയ ടാലൻറ്റുകൾ ഒത്തിരി വരുന്നുണ്ട്. പണ്ട് നമ്മുടെയൊക്കെ ടൈമിൽ സിനിമ പാട്ട് തന്നെയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. പാരലായിട്ട് സിനിമയെക്കാട്ടിലും ബെസ്റ്റ് പ്രൊഡക്ഷനൊക്കെ വെളിയിൽ മ്യൂസിക്കലായിട്ട് ഇറങ്ങുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് അത് എത്രയും മില്യൺ പോകുന്നുണ്ട്. അല്ല, നിങ്ങളുടെ കാലത്ത് അന്നും ഉണ്ടായിരുന്നല്ലോ ഈ ആൽബം സോങ്സ് ഉണ്ടായിരുന്നു. അതും വളരെയധികം ഇപ്പം നമ്മൾ സിനിമ പാട്ട് പോലെ തന്നെ അതിലേറെ ഹിറ്റായ പാട്ടുകളും ഉണ്ട്. അപ്പോൾ അതും ഇന്നത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഇന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ഒത്തിരി വലിയ സ്പേസ് ഉണ്ട്. അന്ന് നമുക്ക് ഒരു ആൽബം ചെയ്താലും ഓഡിയോ കമ്പനീസിനെ പോയി കാണണം, അങ്ങനെ കുറേ പ്രോസസ്സുണ്ട്. പക്ഷേ ഇന്നിപ്പം നമുക്ക് സ്വയമായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്. അത് നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്താൽ മതി. പിന്നെ എല്ലാ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. എങ്ങനെയാണ് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുന്നത് അതനുസരിച്ച്. ശരിക്കും ജാസി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതിലേക്ക് അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതെന്താണ് രണ്ടിൻ്റെ ഇടയിൽ ഞെരിഞ്ഞവർന്നു പറയാം. ഞങ്ങൾ ആദ്യത്തെ ആൽബമൊക്കെ ആക്ച്വലി അനലോഗ് റെക്കോർഡിംഗ് ആയിരുന്നു. പിന്നെ ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ ആക്ച്വലി പ്രോഗ്രാമേഴ്സ് വഴിയാണ് നമ്മൾ ഡിജിറ്റലിലേക്ക് എത്തുന്നത്. ഡിജിറ്റൽ പിന്നെ ഒത്തിരി മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് പണ്ട് നമ്മൾ ജസ്റ്റ് മറ്റേ വോക്ക്മാനിലൊക്കെ റെക്കോർഡ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനത്തെ സംഭവം. പക്ഷേ ഇന്ന് ആക്ച്വലി കമ്പോസ് ചെയ്യുമ്പോൾ ഡയറക്ടറെ കാണിക്കുന്നത് നമ്മൾ ഏതാണ്ട് ഒരു 75% കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ക്രിയേറ്റീവ് ഇൻപുട്ടും ആക്ച്വലി സോഫ്റ്റ്വെയറുകൾ നമുക്ക് തരുന്നതൊരു നല്ലതായിട്ട് കാണുന്നുണ്ട്. ഈ പിന്നെ കന്നഡയിലേക്ക് തെലുങ്കിലേക്കുള്ള എൻട്രൻസ്, അവിടുത്തെ ഒരു റിസീവിങ് എങ്ങനെയായിരുന്നു? അവിടുത്തെ പ്രേക്ഷകരായാലും ഈ ഫോർ ദ പീപ്പിളിൻ്റെ മലയാളം വേർഷൻ തന്നെ എല്ലായിടത്തും ഹിറ്റായി. അവിടുന്ന് കന്നഡയാണെങ്കിലും തെലുഗു ആണെങ്കിലും അതിൻ്റെ അവരുടെ ഓരോ ലാംഗ്വേജിൽ ഹിറ്റായി. ഇത് എനിക്കൊരു ഡെമോ ആയിരുന്നു ആക്ച്വലി. ഇത് എൻ്റെ സിംഗിങ്ങിന് പലയിടത്തും. ഇപ്പോൾ കന്നഡയിൽ ഞാൻ സിംഗറല്ല, അവിടെ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ്. ചില സ്ഥലങ്ങളിൽ ഇതെനിക്ക് മ്യൂസിക് ചെയ്യാനും ചില സ്ഥലങ്ങളിൽ പാടാനുമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്തത് ഇത് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ആ സൈഡിലേക്കൊക്കെ ഈ ഫോക്ക് കൂടുതലാണ്. ഇപ്പം നമുക്ക് തന്നെ ഇപ്പോൾ എന്തോ കുച്ചി മാർത്താപ്പെട്ട് എന്നൊരു പാട്ട് ഇപ്പം നമ്മൾ ഭയങ്കര ഹിറ്റാ തമൻ്റെ. അതിപ്പോൾ നമ്മൾ സ്റ്റേജിൽ ഡയറക്റ്റ് പാടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, തെലുങ്ക് ഡയറക്റ്റ് സോങ്സ് നമ്മൾ ഓഡിയൻസിന് വേണ്ടി പാടേണ്ട ഒരു അവസ്ഥ. ഇപ്പോൾ എല്ലാം യൂണിവേഴ്സൽ എല്ലാം ആ ബാരിയറുകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് മ്യൂസിക് ആസ്വദിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളെത്തി. അതൊരു ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ട് എപ്പോഴും തോന്നുന്നുണ്ട്. അപ്പോഴന്നും നമ്മുടെ ഒരു ഈ ഫോക്കിന് ഒരു പ്ലേസ്മെൻ്റ് അവിടുത്തെ സിനിമകൾക്കുണ്ട്. ഡയറക്റ്റായിട്ട് അടിച്ചാലും അവർക്ക് അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ കുറേ പാട്ടുകൾ പല സ്ഥലങ്ങളിലും പാടാൻ പറ്റി. ഈ കന്നഡയിൽ അർജുൻ്റെ സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ പാടിയിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് ഞാൻ SBB സാറുമായിട്ട് വർക്ക് ചെയ്ത ആദ്യത്തെ പാട്ട്. അദ്ദേഹത്തിൻ്റെ അവിടെ പോയിട്ട് റെക്കോർഡ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹം കന്നഡയും തമിഴും എനിക്ക് പാടി.
അദ്ദേഹമായിട്ടുള്ള ഒരു ഇൻറ്ററാക്റ്റീവ് സൈഡൊക്കെ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ജയ് ഹനുമന്ത എന്നുള്ളൊരു സോങ്ങാണ് അത്. എനിക്ക് തോന്നുന്നു എൻ്റെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള സോങ് അതാണ്. കാര്യം എന്ന് വെച്ചാൽ അത് കന്നഡക്കാർക്ക് ഈ ജയ് ഹനുമന്ത എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു മാസ് അപ്പീലാണ് അതിനകത്ത്. പിന്നെ അതിൽ നമ്മുടെ പ്രിയപ്പെട്ട ദർശൻ സാറുണ്ട്, മരിച്ചു അർജുൻ സാർ, അദ്ദേഹത്തിൻ്റെ ചിരു ഉണ്ട്, കുറേ പേരുണ്ട്. അർജുൻ സാറിൻ്റെ പടമായിരുന്നു, മോളുടെ ഫസ്റ്റ് ലോഞ്ചായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹാരിസ് ജയരാജ് സാറിൻ്റെ അതുപോലെ തന്നെ കുറച്ച് ടൈം എടുത്തു. എത്ര നാൾ എടുത്തിട്ടുണ്ട് അത് പറയാമല്ല, അത് ഏതാണ്ട് ഒരു 8 മാസത്തോളം 8 മാസത്തോളം എങ്ങും പോകാൻ സമ്മതിക്കില്ലെന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് എൻജോയ് ചെയ്യാം. അദ്ദേഹം നല്ല ജോളിയാണ്. ഞാനെന്തോ ഓണത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ചാൻസേ ഇല്ല ജെസ്സി, ചാൻസേ ഇല്ല. അപ്പൊ 8 മാസം പുള്ളിയുടെ വീട്ടിൽ താമസിച്ചു. അദ്ദേഹത്തിന്റെ വീടും ഓഫീസും ഒരേ സ്ഥലത്താണ്. കമ്പോസ് ചെയ്യുന്നത് നമുക്ക് രഹസ്യമായിട്ടൊന്നുമല്ല, ഓപ്പൺ ആയിട്ട് ചെയ്യണം. ചൊല്ലങ്ക ജെസ്സി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാടണം. കുറേ കഴിയുമ്പോൾ നമുക്ക് സ്റ്റോക്ക് തീരും. ഞാൻ എൻ്റെ പഴയ പാട്ടുകളൊക്കെ പാടും. പക്ഷെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് ഒത്തിരി മ്യൂസിക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രൈസ് ടു ഫ്രൈസ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കന്നഡയിൽ സഞ്ജു മത്തു ഗീത ഒരു സാഡ് സോങ് ഉണ്ട്. പുള്ളിക്ക് ഭയങ്കര ക്രൈസാണ് ആ പാട്ട്. അപ്പോഴേ പുള്ളി എപ്പോഴും പറയും ജസ്റ്റ് ഇതുമാതിരി ഫ്രൈസ് ടു ഫ്രൈസ് కొంచెం വേരിയേഷൻ പറഞ്ഞു. അപ്പോൾ ഓരോ ഫ്രൈസിൽ നിന്ന് അടുത്ത ഫ്രൈസ് പോകുമ്പോൾ വേറൊരു വ്യത്യാസമായിരിക്കണം. അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ലെജൻസുമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് വന്നിട്ടാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഒരു മിനിമം ഒരു ടാലൻറ്റിനകത്ത് നിന്ന് ഡെലിവർ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ ഇതിനകത്ത് അല്ലല്ലോ. ഇങ്ങനത്തെയൊക്കെ ഈ ജയ് ഹനുമന്ത എത്ര നാളെടുത്ത് കാണുന്നത്? ജയ് ഹനുമന്ത നല്ല നാളെടുത്തു. കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്ക് ഡെമോസ് കൊടുക്കണം. ഒരു സിറ്റുവേഷൻ തന്നെ നമ്മൾ ഏതാണ്ട് ഒരു 6-7 ട്യൂൺസ് നമ്മൾ കാണിക്കേണ്ടി വരും. അത് അതിൻ്റെ ഒരു പ്രോസസ്സാണ്. തമിഴാണെങ്കിലും എവിടെയെങ്കിലും. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇമാനാണ് കഴിഞ്ഞ പടം ചെയ്തത്. ഇമാൻ 60 പാട്ട് വരെ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും ഒരു 70 ചെയ്യേണ്ടി വരും. എത്ര മ്യൂസിക് കൊടുക്കേണ്ടി വരും? ഞാൻ ഓരോ സിറ്റുവേഷനും എനിക്കൊരു 6-7 ട്യൂൺ അപ്രൂവലിന് വേണ്ടി വന്നു. പിന്നെ ജസ്റ്റ് സ്റ്റാൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു കയറാൻ എളുപ്പമാണ്. ഇതിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഞാൻ തോന്നിയിട്ടുള്ളത്, ഒരാഴ്ച കഴിയുമ്പോൾ പുള്ളി വന്ന് വേറെ ട്യൂൺ വേണമെന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ ഒരു വെക്കേഷനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അസിസ്റ്റൻ്റാണ് പറയണത്, ചേട്ടാ അത് ആ സിറ്റുവേഷൻ മാറി ഈ പാട്ടിലോട്ട് പോയെന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് സംഭവം. പക്ഷേ നല്ല ഫ്രണ്ട്ലിയാണ്. അങ്ങനത്തെ ഒരു സംഭവമായിട്ട് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ കോളേജിൽ അടുത്തിടയിലൊരു സംഭവം ഉണ്ടായി. ഞാനത് ചോദിക്കാത്ത എന്തെന്ന് വിചാരിച്ചിരിക്കുക. അതെന്ത് ലാസ്റ്റ് ആക്കി കളഞ്ഞത്. ചേട്ടനത് ഓവർകം ചെയ്തു. പക്ഷെ അത് ആ ഒരു മൊമെന്റ് അതെങ്ങനെയായിരുന്നു? അത് ഞാനും ഓവർകം ചെയ്തു, ടീച്ചറും ഓവർകം ചെയ്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ ടീച്ചറിന് ആക്ച്വലി പ്രോട്ടോകോൾ പ്രകാരം പറയാനുള്ള ഒരു സംഭവമുണ്ട്. അത് നമ്മൾ പാടുന്നതിന് മുമ്പ് പറയാം എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റും. പാടിക്കൊണ്ടിരുന്നപ്പോഴും മൈക്ക് വന്ന് പിടിച്ച് വാങ്ങിക്കുന്നത് ആരായാലും അങ്ങനെ ഇഷ്ടപ്പെടില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടെ എന്തെങ്കിലും ഇനി ഒരു പാട്ട് പാടാനുള്ള പുറപ്പാടാണോ, അങ്ങനെ രീതിയിലാണ് വന്ന് മൈക്കെടുത്ത് അത് പിന്നെ ഞങ്ങൾ ആക്ച്വലി ആദ്യമേ അത് ഹൈഡ് ചെയ്താൽ വെച്ചിരുന്നത്. പിന്നെയാണ് ആക്ച്വലി ഇത് എൻ്റെ വീഡിയോസ് വന്നതിന് ശേഷമാണ് വെളിയിലായത്. പക്ഷേ എന്നാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അത് വെളിയിൽ നിന്നാണെങ്കിൽ എല്ലാവരും മൈക്ക് പിടിച്ച് വാങ്ങിക്കുന്നത് യഥാർത്ഥത്തിൽ ആദ്യത്തെ സംഭവമായിട്ട് തോന്നുന്നു സ്റ്റേജ് ഷോസിലേക്ക്. അത് ഇപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ചേട്ടാ, ഇപ്പോൾ നമ്മൾ തമിഴിലേക്ക് അല്ലെങ്കിൽ തെലുങ്കിലേക്കൊക്കെ വരുമ്പോൾ അവിടുത്തെ ഒരു ഭാഷ നമ്മളുമായിട്ട് അത്രയും ഇതല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവർ പറയുമ്പോൾ ഒരു മ്യൂസിക് കൊടുക്കണമല്ലോ. ആ മ്യൂസിക് കൊടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ അർത്ഥം മനസ്സിലായി, ഇപ്പോൾ വരി തരുന്നു അല്ലെങ്കിൽ നമ്മൾ മ്യൂസിക് ചെയ്യുന്നു. അത് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കന്നഡ പടങ്ങൾ ഇപ്പം ഞാൻ ചെയ്ത ഒരു പടങ്ങളിലൊക്കെ എനിക്ക് സിറ്റുവേഷൻ ഇവർ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒരു സെക്കൻഡ് ഹാഫിലെ സോങ് പ്ലേസ്മെൻറ്റും അങ്ങനെയൊക്കെ നമുക്ക് ഒരു ജസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ കന്നഡ ലാംഗ്വേജ് ആക്ച്വലി ഞങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ കന്നഡയാണ് സംസാരിക്കുന്നത്. തെലുങ്ക് പാട്ട് പാടുന്നതിന് മുമ്പ് ലിറിസിസ്റ്റ് അവിടെ കാണും. ലിറിസിസ്റ്റ് കാണും, അദ്ദേഹം ജസ്റ്റ് അർത്ഥങ്ങൾ പറഞ്ഞു തരും. അത് കുറേയൊക്കെ അറിയും, അങ്ങനെ എഴുതാനൊന്നും അറിയില്ല. ഇപ്പം കൈതപ്പുറം തിരുമേനിയായിട്ട് ഒരുപാട്
അദ്ദേഹമായിട്ട് ഒത്തിരി കൊളാബ് ചെയ്തിട്ടുണ്ട്. കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലജ്ജാവതി പോലുള്ള പാട്ടുകൾ അതൊക്കെ നമ്മൾ മ്യൂസിക് ചെയ്തതിന് ശേഷമാണ് കൂടുതലും ഞാൻ മ്യൂസിക് ചെയ്തതിന് ശേഷമാണ്. കാര്യം ഇച്ചിരി ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാകുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ ഒരു മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പ്രോപ്പറായിട്ട് നമുക്കത് എഴുതി കിട്ടും. അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം ഇളയരാജ സാറിന്റെ വലിയ ഫാനാണെന്ന് അത് ഞാൻ മാത്രമല്ല, ഏതാണ്ട് ഇളയരാജ സാറിന്റെ ഒരു ആരാധകരാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനോ എപ്പോഴെങ്കിലും ഞാൻ അദ്ദേഹമായിട്ട് ഒരു സ്റ്റേജിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. നേരത്തെ ഒരു മാഗ്ന സൗണ്ട് എന്ന് വെച്ചൊരു കമ്പനി അവരുടെ ഒരു ഓഡിയോ ലോഞ്ചിന് അദ്ദേഹമായിട്ട് ഒരുമിച്ച് ഒരു സ്റ്റേജിൽ നിൽക്കേണ്ട ഒരു അവസരം. അത് എന്നെ വലിയ ഭാഗ്യമായിട്ട് കാണാൻ, അദ്ദേഹത്തെ കാണാനും. പിന്നെ ഈ പാട്ടെന്ന് പറഞ്ഞാൽ അതിനൊന്നും നമുക്ക് ധൈര്യമേ ഇല്ല. അദ്ദേഹത്തിന് മുമ്പിൽ പോകാനുള്ള ധൈര്യം അതൊരു മനസ്സിൽ നമുക്കിങ്ങനെ അറിയാമല്ലോ. നമുക്ക് ഒരു ഐക്കണായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയല്ല. സെയിം തന്നെയാണ് ARൻ്റെയും. ചേട്ടനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി? എന്തായാലും നിങ്ങൾക്ക് തൂവെള്ളയല്ലേ ഇഷ്ടപ്പെട്ടത്? തൂവെള്ള തന്നെ പാടാം. കാര്യം ഇത്രയും നല്ലൊരു അന്തരീക്ഷത്തിലിരുന്ന് തൂവെള്ള പാടുന്നതാണ് നല്ലത്. തൂവെള്ള തൂവും ഉഷസ്സിൽ വാനിൽ മേഘത്തിൻ സരമാല, തൂവെള്ള തൂവും ഉഷസ്സിൽ വാനിൽ മേഘത്തിൻ ശരമാല, ചന്ദനത്തിൻ കുളിരുപോലെ അന്തരങ്കിൽ രാഗം പോലെ അലക്കടലൊളിയോരം പോരും സ്നേഹപ്പുന്നാരപ്പൂർണേന്ദു, തൂവെള്ള തൂവുന്ന ശസ്സിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല. താങ്ക് യു ചേട്ടാ. ഇത് ചേട്ടൻ തന്നെ പാടി കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചേട്ടന് ഇപ്പോൾ ഈ പാട്ട് കേട്ടോണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ മലയാളത്തിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴായിരിക്കും ഒരു റീ എൻട്രി ഉണ്ടാകും? ഞാൻ കമ്പോസിങ്ങിലോട്ടുള്ള റീ എൻട്രി യഥാർത്ഥത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം പാടുകയാണ് ഇപ്പോഴത്തെ മെയിൻ പ്രൊഫഷൻ. മ്യൂസിക് കമ്പോസർ എന്നുള്ളതിനെക്കാട്ടിലും പാടാനുള്ള അവസരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. കമ്പോസിങ്ങിനെക്കാട്ടിലും നമുക്ക് ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാനും ഇല്ലെങ്കിൽ ഒരു അണ്ടർ പ്രഷറിൽ വർക്ക് ചെയ്യേണ്ട ഒരു സംഭവം ഇപ്പോഴും കുറവാണ്. അത് കാരണം പാട്ടെന്നുള്ള മേഖലയിൽ കുറച്ചുകൂടെ ലൈവ് ഒത്തിരി ചെയ്യുന്നുണ്ട്, പാട്ട് പാടാനായിട്ട് പോകുന്നുണ്ട്. അത് കാരണം എന്താണ് കമ്പോസിങ് കുറച്ച് സൈഡിലോട്ട് മാറ്റുന്നു എന്നുള്ളതല്ല, ചില സംഭവങ്ങൾ നമുക്ക് ഇപ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ കമ്മിറ്റ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ശരിക്കും നമുക്കൊരു കമ്പോസിഷൻ എത്ര സമയമൊക്കെ എടുക്കുമായിരിക്കും? അത് ഡിപ്പെൻസ് കേട്ടോ. അത് നമ്മുടെ ചില സമയങ്ങളിൽ നമ്മുടെ സ്റ്റോക്ക് തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത്. നേരത്തെയൊക്കെ ചെയ്ത് വെച്ച് നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ പലരും റിജക്റ്റ് ചെയ്ത സോങ്സ് ഹിറ്റാവാറുണ്ട്. അങ്ങനെ ചില ആൾക്കാർക്ക് വേണ്ട എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആവും. അങ്ങനെ ബാങ്കിൽ തട്ടി അങ്ങ് വെക്കും. അങ്ങനെ ഹിറ്റായി ഏതെങ്കിലും പാട്ട്? അത് ഗഗനവേ ഭാഗി ഭുവികനോ കേളിതാകെ കടലു കരതാതെ. ഈ പാട്ട് റിജക്റ്റ് ചെയ്ത പാട്ടാണ് വളരെ മുമ്പേ. 3-4 ഡയറക്ടേഴ്സ് റിജക്റ്റ് ചെയ്ത ഏറ്റവും കൂടുതൽ കന്നഡയിൽ സഞ്ജു ബസ് ഗീതയിൽ വന്നു. അത് ഈ പാട്ട് പാടിയതിന് ശ്രേയ ഘോഷാലിനും ഫിലിം ഫെയർ ഉണ്ടായിരുന്നു, എനിക്കും കിട്ടി. അത് ശ്രേയ ഘോഷാലിൻ്റെ കാര്യം പറയുമ്പോൾ ശ്രേയ ഘോഷാൽ സോനു നിഗം കൂടെ ഒരുമിച്ചൊരു പാട്ട് ഒത്തിരി പാടിയിട്ടുണ്ട്. ശ്രേയയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത്. 21 പാട്ടോളം ശ്രേയ പാടിയിട്ടുണ്ട്. മലയാളത്തിൽ ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ, ശലഭമഴ എന്നുള്ളൊരു പാട്ട്. അപ്പം എത്രയും വേഗം ചേട്ടൻ പഴയ പോലെ മലയാളത്തിൽ തിരിച്ചെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ. താങ്ക് യു.